ഒരിക്കലൊരു അധ്യാപിക ചെറുപുഷ്പത്തോട് ചോദിച്ചു, ഒഴിവു ദിവസങ്ങളിൽ തനിച്ചിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കട്ടിലിൻ്റെ പിറകിലുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിരിക്കും. അവിടെ ഇരുന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ വളരെ കൗതുകത്തോടെ ആ അധ്യാപിക ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ്? അവൾ പറഞ്ഞു, നല്ല ദൈവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും ഞാൻ ആലോചിക്കും. വെറും 24 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഈ പെൺകുട്ടി ഇന്ന് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധിയായത് അവൾ ചെയ്ത അത്ഭുതങ്ങൾ കൊണ്ടല്ല, മറിച്ച് അവളുടെ ശിശുതുല്യമായ നിഷ്കളങ്കതകൾ കൊണ്ടാണ്. അവൾ അഭ്യസിച്ചതും ജീവിച്ചതും സുവിശേഷത്തിൻ്റെ ഹൃദയമായിരുന്നു. ഒരു ശിശു തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുന്നത് പോലെ അവൾ ദൈവത്തിൽ നിന്ന് എല്ലാം പ്രതീക്ഷിച്ചു. ജീവിതം അവൾക്ക് മുൻപിൽ വെച്ച് നീട്ടിയ കൈപ്പേറിയ വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അവൾ ഈ ശിശുസഹജമായ പുഞ്ചിരിയോടുകൂടി അതിനെ നേരിട്ടു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ശിശുസഹജമായ മനോഭാവത്തോടുകൂടെ നമുക്കും ദൈവത്തെ അന്വേഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം.